വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവർ. ഒരു പെണ്ണ് എങ്ങനെ ആവരുത്, എങ്ങനെ ആൾക്കാരെയൊക്കെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്നു, എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ വന്ന് അഭിനയിച്ച് മെഴുകുന്നു, എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ചതിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ കണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ 3 കോടിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ആൾക്കാരൊക്കെ അപവാദം പറയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അതിന്റെ ഒരു വീഡിയോ വന്നത് നമ്മുടെ യൂട്യൂബർ അതുൽ വ്ലോഗ്സിന്റെ വീഡിയോയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അതിലിട്ടു, ഞാനിട്ടു, യൂഷ്വൽ സൈക്കോ ഇട്ടു, അങ്ങനെ നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ അതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ചുമ്മാ അടിച്ചിറക്കുന്ന കഥകളാണെന്നാണ് ചേച്ചി പറയുന്നത് കേട്ടോ. ഞാൻ ചേച്ചിയുടെ ഒരു വോയിസ് വെച്ചുതരാം, ചേച്ചി ഒന്ന് മെഴുക്. പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ബാബുവിന്റെ തക്കുട് മുത്ത് പോട്ടെ. ഞാനൊരു ചെറിയൊരു വോയിസ് വെച്ചുതരാം. ഹണി ട്രാപ്പിന്റെ ഒന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല കേട്ടാ, അതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു സാധനം ഞാൻ വെച്ചുതരാവേ, 3 കോടി രൂപയുടെ, ഒന്ന് കേട്ടിട്ട് വാ. കണ്ടിട്ടുണ്ട് അയാളെ ഫാമിലി വേണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് പൈസ മതി. 3 CR ആരുടെ അടുത്താണ്? നമ്മുടെ പൂക്കുട്ടി, ഓസ്കാർ വിന്നർ. ഒന്ന് ആലോചിച്ച് നോക്കണം എന്റെ പൊന്നോ. എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം എന്റെ പൊന്നോ. ഇല്ലല്ല, അപ്പുറത്ത് തോന്നിയിരിപ്പുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദി എന്നുള്ളത് അയാളെ ഫാമിലി അയാളെ അഭിമാനമാണ് വരുന്നത്. അതല്ല എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസുകാരെ പറഞ്ഞ വൈകുണ്ട് കുറെ കാര്യമല്ലല്ലോ. അത് കുഴപ്പമില്ല, ഞാൻ അതൊക്കെ പോയി കടന്നാണ് കുഴപ്പമില്ല. അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്ത് ചെയ്തു. 3 CR തന്നില്ലെങ്കിൽ കേട്ടല്ലോ നിങ്ങളെല്ലാരും. ലോക ഊട്ടായ്പാണ് ഇവര്, ലോക ഊട്ടായ്പ്. ഇതുപോലുള്ള ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ടിരുന്ന് കരഞ്ഞു മെഴുകാൻ നാണവും മാനവും ഇല്ലേ? സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടുകാരിയാണ് ഇന്റർവ്യൂ എടുത്തത്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പ്രത്യേകിച്ച് ഈ ചേച്ചിയുടെ കാര്യം. എന്താ എന്റെ സജന.